വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻവെസ്റ്റിംഗ് ഫോർ ബിഗിനേഴ്സ് എന്ന വീഡിയോ സീരീസിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞു. ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റായി എന്ന് തോന്നുന്നവരോട് പോയതിനെക്കുറിച്ചൊന്നും റിഗ്രറ്റ് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. നമ്മൾക്ക് സേവിങ്സ് മാത്രം പോരെ, ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ? സേവിങ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് നമ്മളെ അച്ഛനും അമ്മനും ഓർമ്മ വരും. എൻ്റെ അച്ഛൻ സേവ് ചെയ്താണ് ഞങ്ങൾക്കൊരു വീട് വെച്ചത്, എൻ്റെ അമ്മ സേവ് ചെയ്താണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. അത് വളരെ ശരിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ വീഡിയോ സേവിങ്സിന് എതിരല്ല. സേവിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സേവിങ്സിൻ്റെ ജോബ് എന്താണ്, ഇൻവെസ്റ്റിങ്ങിൻ്റെ ജോബ് എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ പല വീടുകളിലും സേവിങ്സ് എന്നൊരു കൾച്ചർ പലപ്പോഴും കൊണ്ടു നടന്നത് സ്ത്രീകളാണ്. കിച്ചണിൽ ഒരു ഡബ്ബയിൽ, അല്ലെങ്കിൽ അലമാറയിൽ ഒരു തുണികൾക്കിടയിൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ എമർജൻസി വന്നാൽ എടുക്കുക. കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഹോസ്പിറ്റൽ ചിലവുകൾ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല ചിലവുകളും ഈ സേവിങ്സിൽ നിന്നാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ട് തന്നെ സേവിങ്സ് ഒരു മോശം കാര്യമല്ല. ആക്ച്വലി സേവിങ്സ് ഒരു സൂപ്പർ പവർ തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സേവിങ്സിന് ഒരു പർപ്പസ് ഉണ്ട്. ഒരു മഴ വരികയാണ്, അപ്പോൾ നമ്മളൊരു കുട പിടിച്ച് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ മഴ വരുമ്പോൾ കുട വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ ആ കുട പിടിച്ച് കുറച്ച് ദൂരമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾക്കിപ്പോൾ വീട്ടിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മഴയത്ത് പോകണമെന്നുണ്ടെങ്കിൽ കുട കൊണ്ട് പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾക്കൊരു വണ്ടി തന്നെ വേണം. നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം ആയോ? അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് ദൂരം മഴയത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുട തന്നെ വേണം. കുടയാണ് കൂടുതൽ സൗകര്യം. അതുപോലെ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. സേവിങ്സിനും അതിൻ്റെതായ പ്രസക്തിയുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിനും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അപ്പോൾ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾക്കൊരു പീസ് ഓഫ് മൈൻഡ് തരും, ഒരു സേഫ്റ്റി തരും. അതിൻ്റെ വാല്യൂ വളരെ വലുതാണ്. പക്ഷേ നമ്മൾക്ക് സേവിങ്സ് മാത്രം പോരാ. എന്തുകൊണ്ട്? സേവ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും എവിടെയാണ് സേവ് ചെയ്യുക? ഒന്നെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ സേവ് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? നിങ്ങൾ പലപ്പോഴും വീട്ടിലെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ പല സർവീസസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാവും. ഓരോ വർഷവും സാധനങ്ങളുടെ വില കൂടുന്നു, സർവീസുകളുടെ വില കൂടുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 5 കൊല്ലം മുമ്പ് ബസ്സിൽ സഞ്ചരിക്കുമ്പോഴുള്ള മിനിമം ചാർജ് അല്ല ഇപ്പോൾ ബസ്സിന്. പണ്ട് വാങ്ങിയ 1 കിലോ തക്കാളിയുടെ പൈസ അല്ല ഇന്നത്തെ 1 കിലോ തക്കാളിയുടെ പൈസ. അതുപോലെ സ്കൂൾ ഫീസ് മാറുന്നു, വീട്ടുവാടക മാറുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് മാറുന്നു. എല്ലാം കുറച്ചായി മാറുന്നു. നമ്മളിതിനെ എക്കണോമിക്സ് ലാംഗ്വേജിൽ ഇൻഫ്ലേഷൻ എന്ന് പറയും, പണപ്പെരുപ്പം. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ജീവിതം ഈ പണപ്പെരുപ്പം കാരണം കൂടുതൽ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ചിലവേറിയതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സേവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നിങ്ങൾ വീട്ടിൽ തന്നെ പണം വെക്കുകയാണ്. ഈ പണം ഗ്രോ ചെയ്യുന്നില്ല. ഇപ്പം 100 രൂപേൻ്റെ ഒരു സാധനം നിങ്ങൾക്ക് ഇന്ന് വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റണമെന്നില്ല. വീട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാലോ സാധനത്തിൻ്റെ വില കൂടി, പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ പർച്ചേസിങ് പവർ കുറഞ്ഞു. ആ 100 രൂപ ഇന്നത്തെ 100 രൂപയല്ല. അതുപോലെ നിങ്ങളത് ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്ന സമയത്ത് ബാങ്കിൽ പലിശ എത്രയാണ് കിട്ടുന്നത്? സേവിങ്സ് അക്കൗണ്ടിൽ 3-4% പലിശ കിട്ടുന്നു. അത് FD ഇട്ടാലും FDയിൽ എത്രയാണ്? 6-7% പലിശ കിട്ടുന്നു. പക്ഷെ നമ്മൾക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6-7% ആണ്. ഓരോ വർഷവും 6-7% ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണ്. അതായത് 100 രൂപേൻ്റെ ഒരു സാധനം അടുത്ത കൊല്ലം വാങ്ങണമെന്നുണ്ടെങ്കിൽ 106 107 രൂപ കൊടുക്കേണ്ടി വരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇത്തിരി ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ സേഫായിട്ട് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ ഇടാണ്. നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4% പലിശ തരുന്നു. ലെറ്റ്സ് ടേക്ക് 4%, 4% പലിശ കിട്ടുന്നു. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പണം എത്രയായി? 1 ലക്ഷം, 1,04,000 രൂപയായി. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, വാവ്, 4,000 രൂപ ലാഭം കിട്ടിയല്ലേ? പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതേ സമയം ആ വർഷം ഇൻഫ്ലേഷൻ ഒരു 7% ആയിരുന്നു എന്ന് കരുതുക. ഞാൻ നേരത്തെ പറഞ്ഞു 6-7% ആണ് ഇന്ത്യയിലെ ഒരു ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ്. നമുക്ക് 7% എടുക്കാം. അതായത് കഴിഞ്ഞ വർഷം 1 ലക്ഷം കൊടുത്ത് വാങ്ങാൻ കഴിഞ്ഞ സാധനം ഇന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1,07,000 രൂപ വേണം. അതായത് നിങ്ങളുടെ ബാങ്കിൽ ഇപ്പോൾ 1,04,000 രൂപയുണ്ട്, പക്ഷേ സാധനത്തിൻ്റെ വില 1,07,000 രൂപയായി. അതിനർത്ഥം 3,000 രൂപയുടെ കുറവ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളുടെ അളവ് കുറഞ്ഞു. ഇതിനാണ് ഇൻഫ്ലേഷൻ പറയുക. അതായത് നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറയ്ക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഇൻഫ്ലേഷൻ. അതായത് പർച്ചേസിങ് പവർ ഓഫ് ദ മണി കുറയുന്നു. അപ്പോൾ നിങ്ങൾ പറയാണ്, ഓക്കെ, സേവിങ്സ് അക്കൗണ്ട് വേണ്ട, ഞാൻ FDയിൽ കൊണ്ടുപോയിട്ടിടാം. FD ഒരു 7% ഇൻട്രസ്റ്റ് തരുന്നതായിരിക്കും, പലിശ തരുന്നതെന്ന് വിചാരിക്കും. നമുക്കറിയാം ഇപ്പം 6-7% ഒക്കെയാണ് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. ലെറ്റ്സ് ടേക്ക് 7%. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ 1,07,000 രൂപയാവും, അല്ലേ? FDയിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം നമുക്ക് തോന്നും, കൊള്ളാം, ഇത് ഇൻഫ്ലേഷനെ തോൽപ്പിച്ചു. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. FDയിൽ നിന്ന് കിട്ടുന്ന പലിശക്ക് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണം. അതായത് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട പരിധിയിലാണ് നമ്മളുടെ വരുമാനമെങ്കിൽ നമ്മൾ അതിന് ഇൻകം ടാക്സ് കൊടുക്കണം. നമ്മുടെ സ്ലാബ് റേറ്റിനനുസരിച്ച് ഇൻകം ടാക്സ് കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടിയ പലിശ 7,000 ആണെങ്കിൽ ഇപ്പോൾ ഒരു 30% ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ഒരാൾ 2,100 രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ എത്രയാ? 7,000 2,100 കുറച്ച് കഴിഞ്ഞാൽ 4,900 രൂപ.
അതായത് ഒരു വർഷം കഴിഞ്ഞ് ശരിക്കുള്ള തുക എന്ന് പറയുന്നത് 1,04,900 ആണ്. പക്ഷേ ഇൻഫ്ലേഷൻ കാരണം സാധനത്തിന്റെ വില എത്രയാണ്? 1,07,000. അപ്പൊ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു. അതായത് നമ്മൾ പണം ബാങ്കിലൊക്കെ ഇടുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഓരോ വർഷവും നമ്മൾ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണ്, പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേവ് ചെയ്താൽ മാത്രം നമ്മളുടെ പണം ഗ്രോ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു വഴി വേണം, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളുടെ പണം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് ഗ്രോ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ പലരും ചിന്തിക്കുക, എന്നാൽ പിന്നെ എല്ലാം എടുത്ത് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, എന്തിനാണ് സേവ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പണം ഇങ്ങനെ ഗ്രോ ചെയ്യില്ല, എല്ലാ പണം എടുത്തിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതും ശരിയല്ല. എമർജൻസി ഫണ്ട് ഇല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചിലവുകൾ വന്നാൽ, ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എമർജൻസി ഫണ്ട് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ സേവിങ്സിന് ഡെഫിനറ്റ്ലി ഒരു സ്ഥലമുണ്ട്. അപ്പോൾ സേവിങ്സിന്റെ ജോബ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു മനസ്സമാധാനം തരിക. ഇൻവെസ്റ്റിങ്ങിന്റെ ജോലി എന്താണ്? നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി പൈസ ഉണ്ടാക്കുക എന്നതാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നൊന്നല്ല, രണ്ടും ടീംമേറ്റ്സ് ആണ്, രണ്ടും നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, നിങ്ങളത് തുടങ്ങിയിട്ടില്ല, നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലേറ്റായി, നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും അറിവുണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് സേവിങ്സ് കഴിച്ച് കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേപ്പർ എടുക്കുക, നിങ്ങളുടെ വരവുകൾ എഴുതുക, ഇൻകം, നിങ്ങളുടെ ചെലവുകൾ എഴുതുക, അതിനുശേഷം നിങ്ങളുടെ സേവിങ്സ് എത്രയാണെന്ന് എഴുതുക. നിങ്ങൾ അലമാരയിൽ വെച്ചതും നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചതുമായിട്ടുള്ള നിങ്ങളുടെ സേവിങ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് എഴുതുക. അത് എന്തൊക്കെയാവാം ലോങ് ടേം ഗോൾസ്? നിങ്ങളുടെ റിട്ടയർമെൻ്റ് ആവാം, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്കൊരു വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങളുടെ ഗോൾസ് ഒക്കെ എഴുതുക. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഫണ്ട് സെലക്ട് ചെയ്യേണ്ട, സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ട, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇന്നത്തെ ഹോംവർക്ക് അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി സേവിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും സേവിങ്സ് വേണം. ഒരു എമർജൻസി ഫണ്ട് നമ്മൾ എപ്പോഴും റെഡിയാക്കി വെക്കണം. നമ്മളുടെ ചിലവിൻ്റെ ഒരു 6 ടൈംസ്, അതായത് ഇപ്പോൾ നമ്മൾക്കൊരു മാസം 25,000 രൂപയാണ് ചിലവെങ്കിൽ അതിൻ്റെ ഒരു 6 ടൈംസ് എത്രയാണ്? 1,50,000. അത്രയും പണം നമ്മൾക്ക് എമർജൻസി ഫണ്ടായിട്ട് വേണം. അത് കഴിഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടി, അല്ലേ? നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി, നമ്മൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി, നമ്മളുടെ കംഫേർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, പല ലോങ് ടേം ഗോൾസും സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറച്ച് ബേസിക് ടേംസ് പഠിക്കാം. എന്തൊക്കെയാണത്? സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, SIP. ഈ ഒരു 3 കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന വേർഡ്സ് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.